ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നേന്ത്രക്കായപ്പൊടിയും ഈന്തപ്പഴവും ചേർത്തുള്ള കുറുക്കിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരേ സമയം നല്ല തടിയും ഒപ്പം എല്ലുകൾക്ക് നല്ല ഉറപ്പും നൽകാൻ സഹായിക്കുന്ന, പണ്ട് മുതലേ അമ്മമാർ ഒരുപോലെ വിശ്വസിക്കുന്ന മറ്റൊരു സൂപ്പർ കോമ്പിനേഷനുമായിട്ടാണ് നേന്ത്രപ്പഴം റാഗി കുറുക്ക്. ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് ഒരു അമ്മ വന്ന് എന്നോട് സങ്കടം പറഞ്ഞു, സിസ്റ്ററെ, കുഞ്ഞിന് പല്ല് വരുന്ന സമയമാണ്, കട്ടിയുള്ളതൊന്നും കഴിക്കുന്നില്ല എന്ന്, ഒപ്പം ശരീരവും മെലിഞ്ഞു പോകുന്നു എന്ന്. ആ അമ്മയ്ക്ക് ഞാൻ ഈ റെസിപ്പി നിർദ്ദേശിച്ചു. ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല മാറ്റം കണ്ടു എന്ന് ആ അമ്മ പിന്നീട് പറയുകയുണ്ടായി. ഇങ്ങനെ മെലിഞ്ഞ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന റെസിപ്പികളിൽ ഒന്നുകൂടിയാണിത്. റാഗിയുടെ കൂടെ നേന്ത്രപ്പഴം കൂടി ചേരുമ്പോൾ ഇതിന്റെ ഗുണം ഇരട്ടിയാകും. എന്തുകൊണ്ട് റാഗിയും നേന്ത്രപ്പഴവും? എല്ലുകളുടെ ആരോഗ്യത്തിന് റാഗിയിൽ ഉയർന്ന അളവിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ പല്ലുകൾക്കും എല്ലുകൾക്കും നല്ല ബലം നൽകാൻ സഹായിക്കും. റാഗിയിലെ നല്ലതരം കാർബോഹൈഡ്രേറ്റും നേന്ത്രപ്പഴത്തിലെ കലോറിയും ഒത്തുചേരുമ്പോൾ കുഞ്ഞിന് കൂടുതൽ ഹെൽത്തിയായ രീതിയിൽ ഭാരം കൂടും. രോഗപ്രതിരോധ ശേഷി ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റമിനുകളും ഫൈബറുകളും കുഞ്ഞിന്റെ ദഹനം സുഗമമാക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തയ്യാറാക്കേണ്ട രീതി പറഞ്ഞു തരാം. ആവശ്യമുള്ള സാധനങ്ങളാണ് ആദ്യമായിട്ട് പറയുന്നത്. റാഗിപ്പൊടിയാണ്, വലിയ 2 സ്പൂൺ എടുക്കണം. നന്നായി പഴുത്ത നേന്ത്രപ്പഴം പകുതി മതിയാകും. മൂന്നാമതായി പശുവിൻ നെയ്യ് ആവശ്യമാണ്, 1/2 ടീസ്പൂൺ മതിയാകും. നാലാമതായി വെള്ളം ആവശ്യത്തിന് എടുക്കുക. ഉണ്ടാക്കുന്ന രീതി പറയാം. ആദ്യം നേന്ത്രപ്പഴത്തിന്റെ തൊലിയും നടുവിലെ കറുത്ത കുരുവും കളഞ്ഞ് ഒരു പാത്രത്തിൽ വെച്ച് ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഉടച്ചെടുക്കുക. ഒരു പാത്രത്തിൽ 2 സ്പൂൺ റാഗിപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ട് കുറുക്കിയെടുക്കുക. റാഗി നന്നായി വെന്ത് കട്ടിയായി വരുമ്പോൾ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് 2 മിനിറ്റ് നന്നായി ഇളക്കുക. എല്ലാം പാകമായി വരുമ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് 1/2 ടീസ്പൂൺ ശുദ്ധമായ പശുവിൻ നെയ്യ് കൂടി ചേർത്ത് ഇളക്കുക. ചൂടാറുമ്പോൾ ഇത് കുഞ്ഞിന് കൊടുക്കാം. ഇനി അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് റാഗി കൊടുക്കാൻ എപ്പോഴും ഹോംമെയ്ഡായി കഴുകി ഉണക്കി മുളപ്പിച്ച റാഗിപ്പൊടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് ദഹനം കൂടുതൽ എളുപ്പമാക്കും. പഴത്തിന് നല്ല മധുരമുള്ളത് കൊണ്ട് ഇതിൽ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കേണ്ട ആവശ്യമില്ല. റാഗിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഒപ്പം നെയ്യ് ചേർക്കുന്നത് കൊണ്ടും കുഞ്ഞുങ്ങൾക്ക് മലബന്ധത്തിന്റെ പ്രശ്നം ഉണ്ടാകില്ല. 6 മാസം കഴിഞ്ഞ ഉടനെ തന്നെ ഇത് കൊടുക്കാം. ആദ്യമായി കൊടുക്കുമ്പോൾ 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ കൊടുത്ത് തുടങ്ങി പതുക്കെ അളവ് കൂട്ടുക. ഇത് നല്ല എനർജി തരുന്ന ഒന്നായതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണമായിട്ടോ കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. അപ്പോൾ അമ്മമാരെ, കുഞ്ഞുങ്ങളുടെ എല്ലിന് നല്ല ഉറപ്പും ഒപ്പം ശരീരത്തിന് നല്ല തടിയും വെക്കാൻ സഹായിക്കുന്ന ഈ റാഗി പഴം കുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലായല്ലോ. പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങുന്ന കെമിക്കലുകൾ ചേർന്ന പ്രോഡക്റ്റുകളേക്കാൾ എത്രയോ ഇരട്ടി ഗുണമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ നാടൻ ഭക്ഷണങ്ങൾ. വിശ്വസിച്ച് ധൈര്യമായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് കൊടുത്തു നോക്കിയിട്ട് അവർക്ക് വരുന്ന മാറ്റങ്ങളും അവരുടെ ഇഷ്ടങ്ങളുമൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. കൂടാതെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ള അമ്മമാർക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നിങ്ങൾ എൻ്റെ വെയ്റ്റ് ഗെയിൻ വീഡിയോകൾക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അമ്മമാരെ, അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.